കരുനാഗപ്പള്ളിയിലെ സന്തോഷിന്റേത് കൊട്ടേഷൻ കൊലപാതകമെന്ന് സൂചന. ആലപ്പുഴ ജില്ലയിലെ വള്ളികുന്നം സ്വദേശിയാണ് കൊട്ടേഷൻ നൽകിയതെന്ന് വിവരം. കൊലയ്ക്കു കാരണം രണ്ട് സംഘങ്ങൾ തമ്മിലുള്ള വർഷങ്ങൾ നീണ്ട വൈരാഗ്യം. രാജ്കുമാർ ചേരുകയാണ്. രാജ്കുമാർ, ഇത്തരത്തിൽ വർഷങ്ങൾ നീണ്ട വൈരാഗ്യത്തിൽ നിന്നാണ് ഈ ഒരു കൊലപാതകം ഉണ്ടായത്. കൃത്യമായ ആസൂത്രണം ഉണ്ടെന്നാണോ മനസ്സിലാക്കേണ്ടത്? ഓരോ ജംഗ്ഷൻ, പ്രത്യേകിച്ച് ഇപ്പോൾ കരുനാഗപ്പള്ളി, മോച്ചറ, വയനകം തുടങ്ങിയ സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ച് ചെറിയ ചെറിയ ഗ്യാങ്ങുകൾ മുമ്പേ ഉണ്ടായിരുന്നു. ഈ ഗ്യാങ്ങുകൾ ചിലത് വിഘടിച്ചുപോയി, ചിലർ ഇപ്പോഴും ശക്തമാണ്. ഇവർ തമ്മിലുള്ള ആ ഒരു പലതരത്തിലുള്ള സ്പർദ്ധയാണ് ഇപ്പോൾ ഇതുപോലൊരു കൊലപാതകത്തിലേക്ക് കലാശിച്ചത്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭിക്കുന്ന ഒരു വിവരം, അനൗദ്യോഗികമായി ലഭിക്കുന്ന വിവരം എന്ന് പറയുന്നത് കരുനാഗപ്പള്ളിയിലെ സന്തോഷിന്റേത് ഒരു കൊട്ടേഷൻ കൊലപാതകമെന്നാണ് സൂചന. ഇതില് ഈ ആലപ്പുഴ ജില്ലയിലെ വള്ളികുന്നം സ്വദേശിയാണ് കൊട്ടേഷൻ നൽകിയതെന്നും പോലീസിന് സംശയമുണ്ട്. ഇയാളെ പോലീസ് അന്വേഷിച്ച് ചെന്നപ്പോൾ ഇയാൾ ഒളിവിൽ പോയി എന്നുള്ളതാണ്, ഇയാൾ ഒളിവിലാണെന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. ഇയാൾക്ക് വേണ്ടിയുള്ള തെരച്ചിൽ പോലീസ് ഊർജിതമാക്കിയിട്ടുണ്ട്. ഇത് മാത്രമല്ല, ഇതിൽ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ, അതായത് സ്പെഷ്യൽ ബ്രാഞ്ച്, സംസ്ഥാന സ്പെഷ്യൽ ബ്രാഞ്ചും ജില്ലാ സ്പെഷ്യൽ ബ്രാഞ്ചും കൃത്യമായി തന്നെ ഈ സംഭവങ്ങൾക്ക് തുടക്കത്തിൽ 2019 മുതൽ നിരന്തരമായി ഇക്കാര്യത്തിൽ റിപ്പോർട്ട് നൽകുന്നുണ്ട്. ഇതൊരു കൊലപാതകത്തിൽ കലാശിക്കുന്നത് അന്നേ റിപ്പോർട്ട് അവർ നൽകിയിരുന്നു. അതിനെ തുടർന്ന് പോലീസ് ശക്തമായ നടപടികളാണ് സ്വീകരിച്ചു വന്നത്. പക്ഷേ ഇതിനിടെയാണ്, ശാന്തമായി നിന്ന ഒരു സമയത്താണ് ഇപ്പോൾ പൊടുന്നനെ ഇത് മുൻകൂട്ടി തയ്യാറാക്കിയ പദ്ധതി അനുസരിച്ച് ഈ സന്തോഷിനെ വളരെ പ്ലാൻഡ് ആയിട്ട് ആസൂത്രണം ചെയ്ത് കൊലപ്പെടുത്തിയത്. അതെ രാജ്കുമാർ, അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആലപ്പുഴ ജില്ലയിലെ വള്ളികുന്നം സ്വദേശി, അയാളും ഈ സന്തോഷം തമ്മിലുള്ള ബന്ധം എന്താണ്? ഈ സംഘങ്ങൾ തമ്മിലുള്ള തർക്കത്തിനുള്ള കാരണം എന്താണ്? അത്തരത്തിൽ അറിയേണ്ടതായിട്ടുള്ള ഒരുപാട് ചോദ്യങ്ങളുണ്ട്. അത്തരത്തിൽ സമഗ്രമായ അന്വേഷണം തന്നെ നടക്കുന്നുണ്ട്, CCTV അടക്കം കേന്ദ്രീകരിച്ചല്ലേ? ഇതില് ഈ സൈബർ സെല്ലിന്റെ സഹായം കൂടി വെച്ചുകൊണ്ടാണ് ഇപ്പോൾ അന്വേഷണം പോലീസിന്റേത് പുരോഗമിക്കുന്നത്. മാത്രമല്ല, ആലപ്പുഴ ജില്ലയിലെ പോലീസ് സംവിധാനങ്ങളെ കൂടി ഇപ്പോൾ ഉപയോഗിക്കുന്നുണ്ട്. ആലപ്പുഴ SP-യുമായി ബന്ധപ്പെട്ട് കൊല്ലം സിറ്റി പോലീസ് കമ്മീഷണർ സംസാരിക്കുകയും അവിടുത്തെ ടീമിനെ കൂടി ഇക്കാര്യത്തിൽ ഇതിനകത്ത് ഒരു ഇൻവോൾവ് ആക്കിക്കൊണ്ടാണ് ഇപ്പോൾ കൊല്ലം, ആലപ്പുഴ ജില്ലയിലെ പോലീസുകൾ സംയുക്തമായിട്ട് തന്നെയാണ് ഇപ്പോൾ ഇതിൽ അന്വേഷണം പുരോഗമിക്കുന്നത്. ഇയാൾ ഇതിന്റെ ഈ കൊട്ടേഷൻ നൽകിയ വ്യക്തി ആലപ്പുഴ ജില്ലയിലെ വള്ളികുന്നം സ്വദേശിയാണെന്നുള്ള ഒരു വിവരമാണ് പോലീസിന് ഇപ്പോഴുള്ളത്. ഇനി ഇതിന്റെ പിന്നിൽ മറ്റാരെങ്കിലും ആണോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇനി അന്വേഷണത്തിന്റെ പരിധിയിലാണ്. നിലവിൽ ഇയാളാണോ എന്നാണ് ഒരു സംശയം. അതിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് ഇയാൾ അന്വേഷിച്ചു തന്നത്. പക്ഷേ ഇയാൾ സ്ഥലത്തില്ല എന്നാണ് വിവരം ലഭിച്ചത്. ഇതാണ് ഒളിവിലാണെന്നുള്ള ഒരു നിഗമനത്തിലേക്ക് പോലീസ് എത്തിയത്. വ്യക്തമാണ്. രാജ്കുമാറാണ് വിവരങ്ങൾ നൽകിയത്.